സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ രണ്ടാം ദിനത്തിലെ ദിവ്യബലിയിലേക്കും നൊവേന പ്രാർത്ഥനയിലേക്കും ദിവ്യകാരണാശീർവാദത്തിലേക്ക് പ്രത്യേകമായി എവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിനം പ്രത്യേകമായി കാനാരി അനീറ്റ റോസ്മേരിയുടെ കുടുംബത്തോടൊപ്പം നാം ചേരുകയാണ്. ദൈവം നൽകിയ അനുഗ്രഹത്തിന്, രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകിയ നമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ ഈ കുടുംബത്തോടൊപ്പം നമുക്ക് ചേരാം. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം, ദൈവത്തിന് നന്ദി പറയാം. ഈ കുടുംബത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഏറ്റവും പരിശുദ്ധമായ ഈ ബലിയിൽ നമുക്ക് സ്നേഹത്തോടെ ഒരുമയോടെ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരരെ, ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഈ പറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യജ്ഞനായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Christ
ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശാശ്വതമായ ആരോഗ്യത്തിൽ അങ്ങേ ദാസരായ ഞങ്ങൾക്ക് സന്തോഷിക്കുവാനും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മഹത്വമേറിയ മാധ്യസ്ഥത്താൽ ഈ കാലയളവിലെ വിഷമതകളിൽ നിന്ന് വിമുക്തരായി നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുകയാണ്. ആമേൻ. വെളിപാടിൻ്റെയും പുസ്തകത്തിൽ നിന്ന് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നത് സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവർ എനിക്ക് കാണിച്ചു തന്നു.
നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലങ്ങൾ തരുന്നു. ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്കുള്ളവയാണ്. ഇതിന്മേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഉണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിയിൽ ഉണ്ടായിരിക്കും. ഇനിയൊരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴും. അവർ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കുവാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ വചനങ്ങൾ കാക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. മാറാനത കർത്താവായ യേശുവേ വരണമേ. മാറാനാഥ കർത്താവായ യേശുവേ വരണമേ. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുറത്താം. കൃതജ്ഞതാസ്തോത്രങ്ങളോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. മാറാനത മാറാനാഥ കർത്താവായ യേശുവേ കർത്താവായ യേശുവേ വരണമേ. കർത്താവ് ഉന്നതനായ ദൈവമാണ്. എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ്. ഭൂമിയുടെ അകത്തലങ്ങൾ അവിടുത്തെ കൈകളിലാണ്. പർവ്വത ശൃംഗങ്ങളും അവിടുത്തേതാണ്. സമുദ്രം അവിടുത്തേതാണ്. അവിടെ നിന്നാണ് അത് നിർമ്മിച്ചത്. ഉണങ്ങിയ കരയിൽ അവിടെ നിന്നാണ് മെനഞ്ഞെടുത്തത്. മാറാനത മാറാനാഥ കർത്താവായ യേശുവേ കർത്താവായ യേശുവേ വരണമേ. വരുവിൻ, നമുക്ക് മുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടെ നിന്നാണ് നമ്മുടെ ദൈവം. നാം അവിടെ നിന്ന് ഉപയോഗിക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണവും. മാറാനത മാറാനാഥ കർത്താവായ യേശുവേ വരണമേ. കർത്താവായ യേശുവേ വരണമേ. മനുഷ്യപുത്രന്റെ മുൻപിൽ വ്യത്യാസപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ നാം സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുന്നു. Hallelujah. 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 കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോട് കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കിളി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിവധിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുവാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുകയും. കർത്താവിൻ്റെ സുവിശേഷം.
ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കട നീക്കം ചെയ്യുമാണ്. ഈശോയെ സ്നേഹിതന്നവരെ, ആദ്യമായി നമ്മുടെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും തിരുവാനിക്കുന്നതിരിക്കുകയാണ്. നമ്മൾ തിരുനാളിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം നമുക്ക് ധ്യാന വിഷയമായിട്ട് നൽകിയിരിക്കുന്നത് ദൈവത്തെ കണ്ടെത്തിയ മറിയം എന്നാണ്. തീർച്ചയായിട്ടും ലിറ്ററലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയൊരു തെറ്റ് തന്നെയാണ്. ഒരു മനുഷ്യന് ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ സാധിക്കില്ല. എന്നാൽ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ദൈവത്തെ കണ്ടെത്തണം. മറിയം വിശ്വാസത്തിലൂടെ സഞ്ചരിച്ചവളാണ്. മറിയത്തെ ദൈവം കണ്ടെത്തിയപ്പോൾ മറിയത്തിൽ ഈ വിശ്വാസ ജീവിതത്തിലൂടെ അനുഭവപ്പെട്ട വ്യത്യാസങ്ങൾ ദൈവത്തെ ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ മറിയത്തിലുണ്ടായ ആ വ്യത്യാസങ്ങൾ, മറിയത്തിലുണ്ടായ മാറ്റം, അതാണ് ഇന്ന് നാം ഇവിടെ ചിന്താവിഷയമായിട്ടെടുക്കുക. ഒന്നാമതായിട്ട് മറിയം എപ്പോഴും മറിയത്തിൻ്റെ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ മറിയത്തിൻ്റെ ജീവിതത്തിൽ ആദ്യം സംഭവിച്ചത് ഒരു തിരിച്ചറിവാണ്. നമ്മൾ മറിയത്തിൻ്റെ വലിയ രീതി എടുത്തു നോക്കുകയാണെങ്കിൽ ഈ തിരിച്ചറിവ് മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. ആ തിരിച്ചറിവിൽ പല കാര്യങ്ങളും മറിയം പറയുന്നുണ്ട്. താഴ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, ജീവിതത്തിൽ ഉയർത്തിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കരം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അവബോധം അല്ലെങ്കിൽ ഈ സ്വയം തിരിച്ചറിവ് അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം മനസ്സിലാക്കുന്ന ഒന്നല്ല. നമ്മളിൽ ദൈവം ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ഈ സെൽഫ് അവയർനെസ്. പലപ്പോഴും നമുക്കെന്താ സംഭവിക്കുക? നമ്മൾ പലപ്പോഴും നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഈ സ്വയം അവബോധം ഈ പറയുന്ന ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു പോസിറ്റീവുമുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ പരിമിതികളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവബോധവും നമുക്കുണ്ട്. എന്നാൽ ആ പരിമിതികളെക്കുറിച്ചുള്ള എൻ്റെ അവബോധം എന്നെ ഒരു സീറോ ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നില്ല. അതായത് എന്നെക്കുറിച്ചുള്ള മതിപ്പ് ഇല്ലാതാക്കുന്നില്ല, എന്നിലെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്നില്ല, എന്നിലെ സെൽഫ് എസ്റ്റീമിനെ നഷ്ടമാക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഭുജം, ദൈവത്തിൻ്റെ കരം മറിയത്തിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒന്നാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളൂ. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളൂ. ഇനി ഈ ആവശ്യങ്ങൾ നോക്കുക, നമ്മുടെ വിശ്വാസം ഒരു 50-50 ഒരു 50-ലാണ് നിൽക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നേർച്ചകൾ ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷെ പലപ്പോഴും നേർച്ചകൾക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ നശിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഈ തിരിച്ചറിവുണ്ടായി കഴിയുമ്പോൾ ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കും. നമ്മളെപ്പോഴെങ്കിലും ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാറില്ല. നമ്മളൊക്കെ അത് ടേക്കൻ ഫോർ ഗ്രാൻഡഡ്. ദൈവാനുഗ്രഹങ്ങളെ ഒരു റൈറ്റായിട്ടുള്ള അവകാശമായിട്ട് കണ്ട് നമ്മൾ അതിനെ നന്ദി പറയാറില്ല. നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരാവശ്യവും ഉണ്ടാകില്ല. ദൈവത്തോട് നമുക്ക് യാചിക്കാനൊന്നും ഉണ്ടാവില്ല. നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 2 വിധത്തിൽ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നന്ദി പറയുക. ഇത് രണ്ടും അല്ലാതെ വേറൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വരില്ല. കാരണം ദൈവം എല്ലാ സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതാണ് ഈ തിരിച്ചറിവെന്ന് പറയുന്നത്. ഇതാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. ഈ സെൽഫ് അവയർനെസ്, ഒരു സ്പിരിച്വൽ സെൽഫ് അവയർനെസ്സിലേക്ക് നമ്മളൊക്കെ വന്നിട്ടുണ്ടോ? പരിശുദ്ധ അമ്മയെ പോലെ. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ഈ സ്പിരിച്വൽ സെൽഫ് അവയർനെസ്
ആത്മീയമായ അവബോധം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. നമ്മളൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാൻ ശ്രമിക്കും. ദൈവത്തിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മളുടെ ചിന്തകൾ പോലും പോകുന്നത്. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും. അങ്ങനെ ദൈവത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും ഒന്നിലും നെഗറ്റീവ് കാണാൻ സാധിക്കില്ല. പോസിറ്റീവ് ലെവലിൽ നെഗറ്റീവ്, എല്ലാ നെഗറ്റീവിലും ഒരു പോസിറ്റീവ് കാണാൻ സാധിക്കും. പ്രത്യാശയുള്ളവരായിരിക്കും. എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു? പ്രത്യാശയില്ല. ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ആ വഴി കാണുന്നില്ല, വെളിച്ചം കാണുന്നില്ല. കാരണം ദൈവത്തെ മറന്നുപോകും, തന്ന അനുഗ്രഹങ്ങൾ മറന്നുപോകും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ ഈ മരിയ ഗീതയിൽ കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു അമ്മയെയാണ് അനുകരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലും നന്മകൾ കണ്ടെത്തണമെങ്കിൽ ആദ്യം ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുക. നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് ദൈവാനുഗ്രഹമാണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പിന്നിട്ട വഴികളൊക്കെ നമുക്ക് തോന്നുന്നുണ്ടോ നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച് ധൈര്യത്തോടെ പോകുന്നതാണ്? എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ ഒരു ആത്മീയ അവബോധം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആത്മീയമായ തിരിച്ചറിവ് പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. രണ്ടാമതായിട്ട് വിശ്വാസത്തിൽ നിന്നും ബോധ്യത്തിലേക്ക് വളർന്നു വന്ന ഒരമ്മയാണ് നമ്മളിവിടെ കാണുന്നത്. എന്താ വിശ്വാസം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഈ ഫെയ്ത്ത് ഇംഗ്ലീഷിൽ 3 വാക്കുകളാണ്. ബിലീവ്, ഫെയ്ത്ത്, ദെൻ ട്രസ്റ്റ്, ദെൻ ഒരു വാക്കുകൂടി നമ്മൾ ആഡ് ചെയ്യുന്നത് കൺവിക്ഷൻ. ഈ കൺവിക്ഷൻ ട്രസ്റ്റ് ഒന്നിച്ചു പോകുന്ന സംഗതിയാണ്. എന്താണ് ബിലീവ്? ബിലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജ്ഞാനസ്നാനം സ്വീകരിച്ചു, വേദപാഠങ്ങൾ ഈശോയെക്കുറിച്ച് നമ്മൾ അറിയുന്നു. അതൊരു പ്രോസസ്സാണ് ബിലീവ്. അതൊരു പ്രോസസ്സ്. നമ്മൾ ഈശോയെക്കുറിച്ച് ഭൗതികമായിട്ട് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നു. നമ്മുടെ മാമോദിസ കാലഘട്ടങ്ങളിലോ അതിനുശേഷവും നമ്മുടെ കുട്ടിക്കാലത്തും ഒക്കെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് മഞ്ഞുമക്കാരായി നമ്മളൊക്കെ ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. നമ്മുടെ ബിലീവ് ആരംഭിക്കുന്നത് ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ വിശ്വാസ ജീവിതമാണ് ഈ ബിലീഫ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് നമുക്ക് വിശ്വസിക്കുവാനുള്ള ആദ്യത്തെ പഠനങ്ങൾ, അല്ലെങ്കിൽ ആദ്യത്തെ ചവിട്ടുപടികളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഈ വിശ്വാസം. പിന്നീട് ഈ വിശ്വാസം ഫെയ്ത്തിലേക്ക്, ഫെയ്ത്ത് പറയുമ്പോൾ എക്സ്പീരിയൻഷ്യൽ, ഫെയ്ത്ത് ഒരു എക്സ്പീരിയൻഷ്യലാണ്. ഈ ഫെയ്ത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന അവസ്ഥ നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഇടപെടാറുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. ആ ഫെയ്ത്ത് ലെവലിലേക്ക് നമ്മൾ ഇപ്പോഴും പലപ്പോഴും നമ്മൾ ചെന്നെത്തിയിട്ടില്ല. ഈ ഫെയ്ത്ത് ലെവലിലേക്ക് ചെന്നെത്താത്തിടത്തോളം കാലം നമുക്കൊരിക്കലും ട്രസ്റ്റ്, കൺവിക്ഷനിലേക്ക് പോകാൻ സാധിക്കില്ല. വീണ്ടും ഫെയ്ത്ത് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ ഇമോഷണലായി, വൈകാരികമായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കും. ഒരു വൈകാരികത, അവിടെ വരുന്ന ഏറ്റവും വലിയ പാളിച്ചയാണ് സ്പിരിച്വൽ ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്ന സംഗതി. സ്പിരിച്വൽ ഇൻഫാക്ച്വേഷൻ, ആധ്യാത്മിക കാര്യങ്ങൾ താൽക്കാലികമായിട്ടുള്ള ഒരു ആകർഷണം, അത് ഒരു കാലഘട്ടത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്കായിരിക്കും. ഒരു സമയം കഴിയുമ്പോൾ ഈ ഇൻഫാക്ച്വേഷൻ ഇല്ലാതാവും. അതുകൊണ്ടാണ് ചിലവരൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ഭക്തിയും കാര്യങ്ങളും, അതുപോലെ തന്നെ പള്ളിയോട്ട് അടുത്ത് വെക്കുന്നു, എല്ലാ ദിവസവും ദിവ്യപൂജയിൽ പങ്കെടുക്കുന്നു, കുമ്പസാരിക്കുന്നു, സാക്രമെൻ്റ് ലൈഫ് എല്ലാം ഉണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വിശ്വാസം നഷ്ടമാവും. ദിസ് ഈസ് കോൾഡ് സ്പിരിച്വൽ ഇൻഫാക്ച്വേഷൻ. ആധ്യാത്മിക ജീവിതത്തിൽ താൽക്കാലികമായ ആകർഷണം. അത് നമ്മൾ വൈകാരിക തലത്തിൽ ദൈവത്തെ സമീപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ നമ്മൾ വിശ്വാസമൊക്കെ ഉപേക്ഷിച്ച് മറ്റു മതങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ഡിനോമിനേഷനിലൊക്കെ പോയി ചേരുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്
ഈ വൈകാരിക തലത്തിൽ നിൽക്കുന്ന വിശ്വാസമായതുകൊണ്ടാണ്. ഈ വൈകാരിക തലത്തിൽ നിന്നും പിന്നീടൊരു വളർച്ചയുണ്ട്. അതാണ് ട്രസ്റ്റ് അല്ലെങ്കിൽ കൺവിക്ഷൻ. ഈ ട്രസ്റ്റിൻ്റെ ഒരു സിനോണിയമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ കൺവിക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് കൺവിക്ഷൻ? മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ബോധ്യം എന്നാണ്. ബോധ്യം. എന്താണ് ഈ ബോധ്യം? എനിക്ക് എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നു എന്നറിയണമെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എഴുന്നേറ്റ് എല്ലാ ദിവസവും എന്നോട് ഐ ലവ് യു എന്ന് പറയുക ഒരു ഹഗ്ഗിൻ്റെ ആവശ്യമില്ല. അവരുടെ പ്രവൃത്തികളിലൂടെയും അവരുടെ വാക്കുകളിലൂടെയും എക്സ്പീരിയൻസ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. വാക്കുകളേക്കാൾ ഉപരിയും അവരുടെ പ്രവൃത്തികളേക്കാൾ ഉപരിയൊക്കെ എനിക്കൊരു ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അതാണ് കൺവിക്ഷൻ. ഈ കൺവിക്ഷനിലേക്കാണ് പരിശുദ്ധ അമ്മ വളർന്നത്. ഈ കൺവിക്ഷനിലേക്ക്, ഇത്തരത്തിലുള്ള കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾക്കൊക്കെ അർത്ഥം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ പറ്റില്ല. നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ വേണ്ട കാര്യമാണ് റീസൺ ആൻഡ് ഫെയ്ത്ത്. ഫെയ്ത്ത് മാത്രമാണെങ്കിൽ ഇമോഷണലാവും, നമ്മൾ ഫനാറ്റിക് ആവും. റീസൺ മാത്രമെങ്കിൽ വി വിൽ ഇൻ്റലക്ച്വലൈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികതയെ വെറുതെ ഒരു ഭൗതിക തലത്തിൽ മാത്രം നിർത്തും. അവിടെ നമുക്ക് പലതും നഷ്ടമാകും. അപ്പോൾ ഈ കൺവിക്ഷനിലേക്ക് വളരണമെങ്കിൽ ഈ പറയുന്ന റീസണും ഫെയ്ത്തും ഒന്നിച്ചു വരണം. റീസണാണ് ഫെയ്ത്തിന് മീനിങ് നൽകുന്നത്. നമ്മുടെ വികാരങ്ങൾക്ക് ഒരർത്ഥവും മീനിങ്ങും തരുന്നത് നമ്മുടെ ബ്രെയിനാണ്, നമ്മുടെ മൈൻഡാണ്. അപ്പോൾ ഈ പറയുന്ന റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് അർത്ഥം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ പറ്റില്ല. ഇല്ലെങ്കിൽ എല്ലാം നമ്മളിങ്ങനെ ലിറ്ററലായിട്ടും പെരിഫറലായിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ സമൂഹ ജീവിതമായാലും കുടുംബജീവിതമായാലും ഏത് ജീവിതാവസ്ഥയിലായാലും നമ്മുടെയൊക്കെ ആധ്യാത്മികത ഈ പെരിഫറലായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഒന്നില്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ റീസണാണ്, അല്ലെങ്കിൽ എൻ്റെ ഫെയ്ത്താണ്. അപ്പോൾ ഈ കൺവിക്ഷനിലേക്ക് വരണമെങ്കിൽ ഇത് രണ്ടും ആവശ്യമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ അമ്മയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മയ്ക്ക് സഹനങ്ങളിൽ അർത്ഥം കണ്ടെത്താൻ പറ്റുന്നത്. നമുക്കറിയാം അമ്മയുടെ ജീവിതം കാലിത്തൊഴുത്തോളം ഞങ്ങൾ കുരിശിൻ കീഴിൽ വരെ, അതിനുശേഷം ഇപ്പോഴും മക്കളായ നമുക്ക് വേണ്ടി ഇപ്പോഴും സഹിക്കുന്നുണ്ട് കുറേ. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ സഹിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആഴമേറിയ, യഥാർത്ഥത്തിൽ ഈ കൺവിക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ആഴമേറിയ ഒരു ഫെയ്ത്താണ്. അതൊരു ആ വലിയൊരു ബോധ്യമാണ്. അതൊരു വലിയൊരു ബോധ്യമാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നൊരു വലിയ ഒരു ബോധ്യം. അത് ഒരു ഗിഫ്റ്റും കൂടിയാണ്. ആ ഒരു ബോധ്യത്തിലേക്ക് ഞാൻ വളരണമെങ്കിൽ ഞാൻ എളിമപ്പെടേണ്ടിയിരിക്കുന്നു. കുറേ എളിമ എനിക്ക് ആവശ്യമാണ്. എന്താണ് ഈ എളിമയെന്ന് പറയുന്നത്? അമ്മ ത്രേസ്യ നല്ലൊരു ഡെഫിനേഷനാണ് എളിമയ്ക്ക് നൽകിയത്. അമ്മ ത്രേസ്യ പറയുന്നത് ഹ്യൂമിനിറ്റി ഈസ് ട്രൂത്ത്. നീ എന്തായിരിക്കുന്നുവോ അതിനെ ഒന്ന് അംഗീകരിക്കുക. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മുടെ ഏറ്റവും വലിയ ഭയം എന്താണ്? വി ആർ എഫ്രൈഡ് ടു ബി ഹ്യൂമൻ. മനുഷ്യനാകാനാണ് എനിക്ക് പേടി. മനുഷ്യനാകാനാണ് എനിക്ക് പേടി. കാരണം എൻ്റെ കുറവ് എപ്പോഴും ഞാൻ എൻ്റെ കുറവുകൾക്ക് മറിയിടാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുറവുകൾക്ക് മറിയിടുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസ് ആവാം. ഈ ഡീവിയേഷൻസും ഈ കുറവുകൾക്ക് മറിയിടാനുള്ള നമ്മുടെ ശ്രമമാണ് സിൻ എന്ന് പറയുന്നതായിട്ട് പിന്നീട് മാറുന്നത്, പാപമായിട്ട് മാറുന്നതാണ്. പാപം എന്ന് പറയുന്നത് എല്ലാത്തിനും ഷോർട്ട് കട്ടാണ്. ഈ പാപമായിട്ട് പിന്നീട് പരിണമിക്കുന്നത് ഇത്തരത്തിലുള്ള മറിയിടാനുള്ള എൻ്റെ ബോധപൂർവമായ ശ്രമമാണ്. അപ്പോൾ എപ്പോഴെല്ലാം നമുക്ക് ഈ ഹ്യൂമിലിറ്റി അഥവാ എളിമ എന്ന പുണ്യമുണ്ടോ, അപ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകുകയുള്ളൂ. എളിമയെന്ന് പറയുമ്പോൾ അമ്മ ത്രേസ്യ പറഞ്ഞ അംഗീകരിക്കുക. എൻ്റെ കുറവുകളെ ഞാൻ അംഗീകരിക്കുക, എൻ്റെ കുറവുകളെ ഭയപ്പെടാതിരിക്കുക. അതാണ് എളിമ. എളിമക്ക് വിപരീതമായ അഹങ്കാരം എന്നത് ഇൻഫാക്ട് ഇറ്റ്സ് എക്സാജറേഷൻ. ഒരു എക്സാജറേഷനാണ്. നമ്മുടെ എക്സാജറേഷൻ ഓഫ് ക്വാളിറ്റീസ്, ടാലൻസ്. അതാണ് ഈ നമ്മുടെ കഴിവുകളെയൊക്കെ നമ്മളൊന്ന് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്?
എനിക്ക് തോന്നുന്നു എൻ്റെ കഴിവ് അത്ര പോരാ എന്നുള്ളൊരു തോന്നലേക്കുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് ഞാൻ ചിന്തിക്കും ഞാനാണ് ഏറ്റവും വലിയ പ്രാസംഗികൻ, എൻ്റെ പ്രസംഗത്തിൽ എനിക്കെന്തോ കുറവുണ്ടെന്നുള്ള ഒരു തോന്നൽ ഉള്ളത് കൊണ്ടാണ്. എപ്പോഴെല്ലാം ഞാൻ എന്നെ അംഗീകരിക്കുന്നുവോ, എന്നെ സ്നേഹിക്കുന്നുവോ, അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ നേരത്തെ പറഞ്ഞു വെച്ച ഈ കൺവിക്ഷനിലേക്ക് നമുക്ക് വളരാൻ പറ്റിയത്, കൺവിക്ഷനിലേക്ക് വളരാൻ പറ്റിയത്. അപ്പോൾ പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്ന മറ്റൊരു മാതൃകയാണ് നമ്മുടെ വിശ്വാസങ്ങളിൽ നമുക്ക് വേണ്ട ബോധ്യം. മൂന്നാമതായിട്ട് സംശയം, വ്യഗ്രത, ഭയം, ഇവയിൽ നിന്നുള്ള മോചനം. നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. നമുക്ക് ചുറ്റൊരു അൺസർട്ടനിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു അൺസർട്ടനിറ്റി. നമുക്കറിയാൻ പാടില്ല നാളെ എന്താ സംഭവിക്കുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള ഭയം, ജീവിതത്തിലുള്ള അമിതമായ ആസക്തി, ഇതിൽ നിന്നുള്ളൊരു മോചനം, ആ മോചനത്തിൻ്റെ മാതൃകയായിട്ട് നിൽക്കുന്ന അമ്മയാണ്. എങ്ങനെ അമ്മയ്ക്കിത് സാധിച്ചു? അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: പരിപൂർണമായ സമർപ്പണം. പരിപൂർണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുക. പറയാൻ വളരെ എളുപ്പമാണ്, എന്നാൽ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ ഇതിനേലും എളുപ്പമാണ്. ഈ പരിപൂർണമായ സമർപ്പണത്തിന് ആഴമേറിയ സ്നേഹം വേണം, ഈ പറഞ്ഞ കൺവിക്ഷൻ, ബോധ്യം വേണം. ഇത് രണ്ടുമുണ്ടെങ്കിൽ നമുക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കാൻ സാധിക്കും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും, നമ്മൾ ഏത് ജീവിതാവസ്ഥയിലായാലും നമ്മളൊക്കെ പരിപൂർണമായിട്ട് നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടാവും. പരിപൂർണമായിട്ട് നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാവും? എന്തുകൊണ്ട് വിഷമതകൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നു? എന്തൊക്കെയോ നമ്മളിപ്പോഴും പിടിച്ചു വച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ, അത് വ്യക്തികളാകാം, ഭൗതികമായിട്ടുള്ള സമ്പത്താകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാകാം. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എന്തൊക്കെയോ നമ്മളിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പരിപൂർണ സമർപ്പണത്തിലേക്ക്, ഈ പറയുന്ന കൺവിക്ഷനിലേക്ക്, ബോധ്യങ്ങളിലേക്ക് നമുക്ക് വളരാൻ പറ്റാത്തത്. നമുക്ക് നമ്മുടെ ഈ ലോകത്ത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള അൺസർട്ടനിറ്റി മാറ്റണമെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. ഒന്നും പിടിച്ചു വയ്ക്കാതെ. നമ്മൾ പലപ്പോഴും പലതും പിടിച്ചു വെച്ചുകൊണ്ടാണ്. കാരണം നമ്മൾക്ക് വി ഡോണ്ട് ഫീൽ എ സേഫ്റ്റി, ഒരു സെക്യൂരിറ്റി, ഒരു സുരക്ഷിത ബോധം ഇപ്പോഴും നമുക്ക് ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കുന്നുണ്ടോ എന്നത് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ പരിപൂർണ സമർപ്പണത്തിന് പിന്നിലുള്ള കാര്യം, ഒരു മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിൽ ഒരു സെക്യൂരിറ്റിയാണ്, ഒരു സുരക്ഷിതത്വമാണ് അതിൽ നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ നമ്മളുടെ വിശ്വാസം ഈ 50-50 നിൽക്കുമ്പോൾ ഒരു പരിപൂർണ സമർപ്പണം സാധ്യമാണോ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പരിശുദ്ധ അമ്മ എല്ലാം വിട്ടുകൊടുത്തവർ, എല്ലാം വിട്ടുകൊടുത്തവർ. അതുകൊണ്ടാണ് അമ്മ ഒരു കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു പരാതി പറയുന്നില്ല. ഇന്ന് നമുക്ക് പരാതികളാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് പരാതികളാണ്. പരാതി വരാനുള്ള കാരണം എന്താണ്? എനിക്ക് അനുഭവപ്പെടുന്ന അരക്ഷിതാവസ്ഥയാണ് ഇത്തരത്തിലുള്ള പരാതിക്ക് പിന്നിൽ. ഞാൻ സുരക്ഷിതനല്ല, ഈ ഒരു ഫീലിംഗ് ആണ് ഇത്തരത്തിലുള്ള ഈ കുറ്റം പറച്ചിലിനും പരാതിക്കുമൊക്കെ കാരണമായിട്ട് നിൽക്കുന്നത്. എപ്പോഴെല്ലാം നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നുവോ, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നുവോ, അപ്പോൾ മാത്രമേ ഈ പരാതിയും ഈ കുറ്റം പറച്ചിലുമുള്ള അങ്ങനെയുള്ള പ്രവണതകളൊക്കെ നമ്മളിൽ നിന്ന് മാറും. പലപ്പോഴും നമ്മൾ കുറ്റം പറയുന്നത് നമ്മൾ അറിയാമല്ലോ. നമുക്ക് ഈ കുറ്റം പറയുക എന്ന് പറയുന്നതിലും ചില സമയത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ തന്നെ തെറ്റുകൾ മറച്ചു വെക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ വിമർശിക്കാറുണ്ട്. വിമർശനവും കുറ്റം പറച്ചിലും തമ്മിൽ വ്യത്യാസമുണ്ട്. വിമർശനം ചിലപ്പോൾ വ്യക്തികളുടെ പ്രവർത്തികളെ ആയിരിക്കാം, എന്നാൽ കുറ്റം പറച്ചിൽ വ്യക്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുക.
അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ആരെയും വിധിക്കരുത്. വിധിക്കരുത് എന്ന വാക്ക് തന്നെ കർത്താവ് പറയും. ആരെയും വിധിക്കരുത്. വിമർശനങ്ങൾ ആവശ്യമാണ്. വളരണമെങ്കിൽ വിമർശനം ആവശ്യമാണ്. എല്ലാവരും നമ്മളെ സുഖിപ്പിച്ച് വർത്താനം പറഞ്ഞ് പോവുകയാണെങ്കിൽ ഓർക്കുക, നിനക്ക് വളർച്ചയില്ല. മറ്റുള്ളവർ നമ്മളെ ഏതെങ്കിലും വെച്ച് ഈ കുറ്റം പറച്ചിൽ എടുക്കുമ്പോൾ നമ്മളതൊരു ചലഞ്ചായിട്ട് എടുക്കുമ്പോൾ മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ. ഇനി കുറ്റം പറയുന്ന വ്യക്തിയാ ഇത് കുറ്റം പറച്ചിലാണെങ്കിൽ അവനായിരിക്കും അതിൻ്റെ ദുരിതം. കാരണം അവൻ അസ്വസ്ഥനാണ്. ഈ അസ്വസ്ഥതയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിമർശനത്തിൽ നമ്മൾ വ്യക്തികളെയല്ല, വ്യക്തിയുടെ പ്രവൃത്തികളെയാണ് വിമർശിക്കുന്നത്. അവിടെ ആരെയും നമ്മൾ മുറിപ്പെടുത്താൻ ശ്രമിക്കില്ല. അവിടെ വ്യക്തികളുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ വ്യക്തിയുടെ ചില ചെയ്തികളെയൊക്കെ ആയിരിക്കാം നമ്മൾ വിമർശിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് വിധിക്കുകയാണ്. എല്ലാവരെയും വിധിക്കുക. ഈ വിധിക്കലുള്ളതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നു, നമുക്ക് ഈ പരിപൂർണ സമർപ്പണത്തിലേക്ക് വളരാൻ പറ്റാത്തത്. കാരണം വി ആർ നോട്ട് സേഫ്. നമുക്കൊരു സുരക്ഷിതത്വം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ദൈവത്തിൽ ഒട്ടും സുരക്ഷിതത്വം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ വിധത്തിൽ സുരക്ഷിതത്വം കണ്ടെത്താൻ വേണ്ടി ഞാനിങ്ങനെ പല വിധത്തിലുള്ള വഴികൾ അന്വേഷിക്കും. ഇങ്ങനെ അന്വേഷിച്ചു പോകുന്ന വഴികളാണ് വേരൂന്നിയ പാപമായിട്ട് മാറുന്നത്. ഈ വഴികൾ അന്വേഷിച്ച് പോകുമ്പോൾ ഓർക്കുക, അത് ഒരു മൂലപാപത്തിൽ നിന്നായിരിക്കും വരിക. അഹങ്കാരം, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയും. അഹങ്കാരം ചില വ്യക്തികൾക്ക് സ്വയം സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാറില്ല. എന്നെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. ഈ അഹങ്കാരം എന്ന മൂലപാപത്തിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ പാപങ്ങളും പറയുന്നത്. ഏത് പാപം എടുത്ത് നോക്കിയോ അതിൻ്റെ മൂലപാപം എന്ന് പറയുന്നത് ഈ അഹങ്കാരം എന്നുള്ള സംഗതി എപ്പോഴും ഉണ്ടാകും. അഹങ്കരിക്കുന്നവരോട് നമുക്കൊരു വി കനോട്ട് ഹാവ് എ ഡിസ്കഷൻ. നമുക്കതുമായിട്ട് സംസാരിക്കാൻ പോലും സാധിക്കും. അപ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്നത് വിട്ടുകൊടുക്കുക, ദൈവത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുക. അങ്ങനെ ദൈവത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുമ്പോൾ മാത്രമേ നിനക്ക് ഈ ലോകത്തെ ഈ കാലഘട്ടത്തിലെ സംശയം, വ്യഗ്രത, ഭയം ഇതിൽ നിന്നുള്ളൊരു മോചനം ഉണ്ടാകുകയുള്ളൂ. അവസാനമായിട്ട് നാലാമതായിട്ട് പരിശുദ്ധ അമ്മ കാണിച്ചിരുന്നത് മറിയം അവസാനം ഈശോയുടെ ഒരു പ്രതിച്ഛായയായി മാറുകയാണ്. ഈശോയുടെ മറ്റൊരു പ്രതിച്ഛായയായിട്ട് മാറി. എങ്ങനെയാണ് ഈശോയുടെ പ്രതിച്ഛായയായിട്ട് അമ്മ മാറിയത്? ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈശോയുടെ ശിഷ്യനാണെങ്കിൽ സഹിക്കണം, സഹനം. എന്നാൽ സഹനത്തിന് വേറൊരു വാക്കാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ ഈ സഹനത്തിൻ്റെ ഒരു സിനോണിയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സ്നേഹം. സ്നേഹിക്കുന്നതിന് മാത്രമേ സഹിക്കാൻ പറ്റുള്ളൂ. സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ സഹനമുള്ളൂ. അല്ലെങ്കിൽ ഒരു സഹനമില്ല. വളരെ സുഖകരമായ ജീവിതമുണ്ട്. നമ്മൾ വ്യക്തികളെ സ്നേഹിക്കാൻ തുടങ്ങിക്കോ സഹനം കൂടെ ഉണ്ടാവും. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ പോലും നമുക്ക് ഒരു തെറ്റ് ചിന്തിക്കാൻ സാധിക്കില്ല. അതൊരു സഹനമാണ്. ഇനി സ്നേഹിക്കുമ്പോൾ കൂടെ വരുന്ന ഒന്നാണ് ഈ ആൻസൈറ്റി. നമുക്കറിയില്ല, അമ്മമാർ പൊതുവെ ആൻഷ്യസ്. എല്ലാ അമ്മമാരും, നമ്മുടെ അമ്മയും പരിശുദ്ധ അമ്മയും ആൻഷ്യസാണ്. അമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ ആൻസൈറ്റിയിലൂടെയാണ് കാണിക്കുന്നത്. മക്കളുടെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിൽ മാത്രമല്ല, മക്കളുടെ മരണം വരെ ഈ അമ്മമാരുടെ ആൻസൈറ്റി അങ്ങനെ നിലനിൽക്കും. അമ്മമാർക്ക് എപ്പോഴും മക്കൾ ചെറുതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സഹനം, ആ സഹനത്തിലൂടെ മാത്രമേ, ഈ സ്നേഹത്തിലൂടെ മാത്രമേ ഈശോയുടെ മറ്റൊരു പ്രതിരൂപമായി മാറുവാൻ മാമോദീസ സ്വീകരിച്ച നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സാധിക്കും. ഇനി എന്തുകൊണ്ട് നമ്മൾ സഹിക്കണം? സഹിക്കുന്നതിൻ്റെ ഒരു കാരണം, പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഈ സഹിക്കുമ്പോൾ മാത്രമേ ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, ദൈവത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ പലപ്പോഴും
പറയാറുണ്ട്, ദൈവത്തെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നല്ലോ ചില വ്യക്തികളൊക്കെ പറയാറുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുക? എന്നാൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. എനിക്ക് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ തീക്ഷ്ണമായ ആഗ്രഹമാണ് ഈ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനം. ഞാൻ എത്ര തീക്ഷ്ണമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിനായി ദാഹിക്കുന്നു, അതാണ് ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം. കാരണം നമുക്കൊക്കെ പരിമിതികളുള്ള മനുഷ്യരാണ്. എല്ലാവർക്കും പരിമിതികളുണ്ട്. നമ്മുടെ സ്നേഹത്തിന് പരിമിതികളുണ്ട്. നമ്മൾ അനുഭവിച്ച സ്നേഹത്തിന് പരിമിതികളുണ്ട്. നമുക്ക് നൽകപ്പെട്ട സ്നേഹത്തിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് മാനുഷികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അസാധ്യമായൊരു കാര്യമാണ്. പക്ഷേ നിന്റെ ആഗ്രഹങ്ങൾ കൊണ്ട് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും. വിശുദ്ധരൊക്കെ അതാണ് ചെയ്തിട്ടുള്ളത്. തീക്ഷ്ണമായ അവരുടെ ആഗ്രഹം കണ്ടുകൊണ്ട് ദൈവം അവരിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആനയും ഉറുമ്പും സ്നേഹമായെങ്കിൽ ആനയെ ഉറുമ്പ് സ്നേഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഏതാണ്ട് അതേപോലെയായിരിക്കും ദൈവത്തെ മനുഷ്യന് ചെയ്യുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ദൈവത്തെ ഒരു കീടാണു പോലെയുള്ള മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കുക? അവൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ട്. ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന സ്നേഹത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഈ സ്നേഹത്തെക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്നേഹത്തെ പല വിധത്തിൽ നിർവചിക്കുന്നുണ്ട്. പലപ്പോഴും സ്നേഹബന്ധത്തിലുള്ള ആൾക്കാർ പലപ്പോഴും അങ്ങടിക്കണം പറയേണ്ട ഐ ലവ് യു യഥാർത്ഥത്തിൽ നമ്മൾ ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല. 100% നമുക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല. നമ്മുടെയൊക്കെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഐ ലവ് യു എന്നൊക്കെ പറയുമല്ല. നമ്മൾ ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ഐ ലവ് യു എന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട എന്തോ ഒരു ക്യാരക്ടർ ഈ വ്യക്തിയിൽ ഞാൻ കാണുമ്പോഴാണ്. അല്ലാതെ ആ വ്യക്തിനെ അങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഒരുപക്ഷെ ആ വ്യക്തിയുടെ സ്വഭാവമായിരിക്കാം, ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പുഞ്ചിരിയായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആയിരിക്കാം. ഇതിലൊക്കെയാണ് നമ്മൾ കയറി സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഓൾവേസ് ലവ് ബിഗിൻസ് വിത്ത് ലൈക്സ്. ഇഷ്ടങ്ങളിൽ നിന്നാണ് പതിക്കുന്നത്. ഇഷ്ടങ്ങളിൽ. അപ്പോൾ ഈ ഇഷ്ടങ്ങളാണ് പലപ്പോഴും ഇൻഫാക്ച്വേഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഇഷ്ടങ്ങളിലേക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് നമ്മൾ വ്യക്തികളിൽ കണ്ടുകൊണ്ട് നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത്. ഒരു അൺകണ്ടീഷണൽ ലവിലേക്ക് വരണമെങ്കിൽ അതിലൊരു ക്യൂരിയോസിറ്റി വേണം, അതിന് തീക്ഷ്ണമായൊരു ആഗ്രഹം വേണം. അതുകൊണ്ടാണ് സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ പ്രോസസ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്നതല്ല. 50 വർഷം വിവാഹവാർഷികം ആഘോഷിച്ചാലും ഈ പ്രോസസ്സ് അവസാനിക്കുന്നില്ല. ഇത് മരണം വരെ പോകുന്നൊരു പ്രോസസ്സാണ്. അതാണ് സ്നേഹം. ഈ സഹനം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്നേഹമാണ് നമ്മളെ സഹനം അവസാനിക്കുന്നില്ല. ഇത് നിഴല് പോലെ നമ്മുടെ പിന്നാലെയുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഇത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സഹനം. എത്രത്തോളം മക്കളെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം സഹനവും നമുക്ക് കൂടിയേ വരും. എത്രത്തോളം നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നമ്മുടെ സഹനങ്ങൾ കൂടിയേ വരും. ഈ സഹനത്തിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ദൈവവുമായിട്ടുള്ള ഐക്യത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വരാൻ സാധിക്കില്ല. അത്ര വിശുദ്ധിയുള്ള പരിശുദ്ധൻ എന്നാണ് നമ്മൾ പറയുന്നത്. ആ പരിശുദ്ധിയിലേക്ക്, പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ വരണമെങ്കിൽ അത്രത്തോളം വിശുദ്ധി നമുക്കുണ്ടാകണം. ആ വിശുദ്ധിയിലേക്ക് നമ്മളെ വളർത്തുന്ന ഒന്നാണ് ഈ സ്നേഹം അഥവാ സഹനം. അതുകൊണ്ട് നമ്മൾ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പിറുപിറുക്കരുത്. പിറുപിറുക്കുമ്പോൾ നഷ്ടമാവുന്നത് നമ്മുടെ സഹനത്തിലെ പുണ്യങ്ങളാണ്. ആ പുണ്യത്തെയാണ് നമ്മൾ തള്ളിപ്പോയി സഹനങ്ങളുണ്ടാവും. നമ്മൾ മനുഷ്യരാണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിനോട് റിയാക്ട് ചെയ്യും.
എന്നിരുന്നാലും സഹനങ്ങൾ ഒരിക്കലും വെറുപ്പിലേക്കോ വിദ്വേഷത്തിലേക്കോ നമ്മളെ കൊണ്ടുപോയി എത്തിക്കരുത്. അപ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ ഒരു മാതൃക ഈ സഹനമാണ്. അമ്മ പറയുന്ന മക്കളെ, സഹിക്കുന്നതിൽ ഭയപ്പെടേണ്ട, സഹനങ്ങൾ നിങ്ങളെ വിശുദ്ധരാകും. ഇന്ന് നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയ്ക്കായിട്ട് നമുക്ക് യാചിക്കാം. അമ്മയെപ്പോലെ അമ്മയുടെ നല്ല മക്കളായിട്ട് വളരുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയെയും അതിരൂപതയെ നയിക്കുന്ന ജോസഫ് പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും പ്രേക്ഷിതരെയും പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് ഒരുക്കമായുള്ള ദിവ്യബലിക്കും നൊവേനയ്ക്കും മുഖ്യ കാർമ്മികത്വം നൽകുന്ന റവറൻഡ് ഡോക്ടർ ബോബി സേവറച്ചനെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുസഭയെ സ്നേഹത്തിലും ഐക്യത്തിലും നയിക്കുന്നതിനും സുവിശേഷം നൽകുന്നതിനുമുള്ള കൃപ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഞ്ഞുമൽ പ്രദേശത്തെ അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഇടവക സമൂഹത്തെയും ഇടവകയെ ഒരു കുടുംബം എന്ന പോലെ നയിക്കുന്ന വികാരി പ്രിയ ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ഛനെയും സഹവികാരി ടിനു ആന്റണി അച്ഛനെയും അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ഇടവക ജനത്തെ കൂട്ടായ്മയിലും ദൈവവരപ്രസാദത്തിലും നയിക്കുന്നതിനും ക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ പ്രവർത്തനത്താൽ അങ്ങയോടുള്ള വിശ്വസ്തത പുലർത്തി ദൈവജനത്തെ പരിപാലിക്കുന്നതിന് വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കുന്നതിനും ഇടവകയിൽ ഇനിയും ധാരാളമായി ദൈവവിളി ഉണ്ടാകുന്നതിനുമുള്ള കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, എല്ലാ യുവജനങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും തടവറകളിൽ കഴിയുന്നവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ബന്ധനങ്ങളുടെ കെട്ടുകൾ അഴിയുന്നതിനും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഉപകാരികളായി തീരുന്നതിനും വേണ്ട കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, COVID-19 എന്ന മഹാമാരി മൂലം മരണമടഞ്ഞ എല്ലാ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായി അന്യനാടുകളിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളിലെ നഷ്ടങ്ങളിൽ അവിടുന്ന് ആശ്വാസത്തിൻ്റെ അനുഗ്രഹം ചൊരിയണമേ എന്നും വേദനയിൽ സാന്ത്വനമാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിന് ചെവിചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് അനുവാദം ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടത്. ആമേൻ. ജീവിതത്തിൽ
സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ബലിവസ്തുക്കളോടൊപ്പം അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ പുത്രൻ്റെ മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ എല്ലാ പ്രാർത്ഥനകളും കേൾക്കപ്പെടുവാനും എല്ലാ അപേക്ഷകളും ഫലമണിയുവാനും ഇടയാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകയാണ്. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവം, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാൾ ആഘോഷത്തിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. സ്വർഗങ്ങളുടെ ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കുന്നു. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണമുയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രയുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും നയിക്കും. രക്ഷാകരമായ കൽപ്പനകളാവും ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാസുഖം പ്രാപിക്കും. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുതയേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ തിരുനാൾ ആഘോഷത്തിൻ്റെ ഒരുക്കത്തിൻ്റെ 2ാം ദിനം നമുക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ തന്നെ ഇടവകാംഗമായ സ്നേഹ ബഹുമാനപ്പെട്ട ബോബി സേവ്യർ അച്ഛനാണ്. സഭയുടെ കൂട്ടത്തിലുള്ള ഒരു സൈക്കോളജിസ്റ്റാണ്. നമ്മുടെ ഈ ആശുപത്രിയിൽ സേവനം ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും തൻ്റെ ആ സേവന ദൗത്യം അദ്ദേഹം നിർവഹിക്കുന്നുമുണ്ട്. ഈ ദിവ്യബലിക്ക് വിളിച്ചപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ സമ്മതിച്ചു. ഇന്ന് അവബോധത്തിലൂടെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് സമർപ്പണത്തിലൂടെ സഹനത്തിൻ്റെ മാർഗത്തിലൂടെ ദൈവത്തിൻ്റെ പ്രതിരൂപമായി മാറിയ മറിയത്തെ നമുക്കച്ഛൻ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇത്രയും ശക്തമായ ഭാഷയിൽ ആധികാരികമായി മനഃശാസ്ത്രത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങളോട് സംസാരിച്ച ഏറ്റവും മഹത്തായ പ്രബോധനം ഞങ്ങൾക്ക് നൽകിയ സ്നേഹ ബഹുമാനപ്പെട്ട ബോബി അച്ഛന് ഇടവകയുടെ മുഴുവൻ്റെ പേരിലും പ്രസിദ്ധേന്തിയുടെ പേരിലും തിരുനാൾ കമ്മിറ്റിയുടെ പേരിലും ഇന്ന് പ്രത്യേകമായി ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ ഈ ദേവാലയത്തിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. നാളെ രാവിലെ 6 മണിക്ക് ദിവ്യബലി, ഞായറാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ആഗമനകാലത്തിൻ്റെ തുടക്കമാണ്. പ്രത്യേകമായ ബലിയാണ്. സാധിക്കുന്നവരൊക്കെ രാവിലത്തെ ദിവ്യബലിയിൽ കൂടി പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓൺലൈനായിട്ട് നമുക്ക് പങ്കുചേരാം. ആഗമനകാലം തുടങ്ങുന്ന ഒരു ദിനമായതുകൊണ്ട് പ്രത്യേകമായി ഓർക്കുക. സ്നേഹപൂർവ്വം എല്ലാവരെയും നാളത്തെ രാവിലത്തെ ദിവ്യബലിക്കും ക്ഷണിക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് ദിവ്യബലി, പ്രസംഗം, നൊവേന, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം. നാളെ നമുക്കായി ബലിയർപ്പിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന ഇവിടുത്തെ കൊച്ചച്ഛനായിരുന്ന പ്രവീൺ നിക്കുഞ്ഞാച്ചനാണ്. അച്ഛനെ പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹങ്ങൾ ധാരാളമായി അച്ഛന് നൽകട്ടെ. പ്രത്യേകമായി നാളത്തെ എല്ലാ തിരുക്കർമ്മങ്ങളിലേക്കും എല്ലാവരെയും ക്ഷണിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗീയ കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്മരണ ആഘോഷത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ പരിശുദ്ധ കന്യകയുടെ മാതൃകയാൽ ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം സമുചിതം ശുശ്രൂഷിക്കുവാൻ പ്രാപ്തരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. മക്കൾ ഞങ്ങൾക്കായി
ജപമാല. ഏറ്റവും അനുഗ്രഹീതയായ കന്യാമറിയത്തിൻ്റെ വിശുദ്ധവും നിർമ്മലവുമായ ഉത്ഭവം വാഴ്ത്തപ്പെടട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമേനി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നേട്ട ആഹാരം അത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റേശവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും ജയിക്കും. ആമേൻ. ഉത്ഭവത്തിൽ തന്നെ ഓക്കഞ്ഞിക്ക് നിർമ്മലയായിരുന്നു. ഈ പ്രസവിച്ച പുത്രന്റെ പരമപിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി നിന്റെ പുത്രന് യോഗ്യമായ വാസസ്ഥലം ഒരുക്കുകയും ആ ദിവ്യകുമാരൻ്റെ മരണത്തെ മുൻനിർത്തി കന്യകാമറിയത്തെ സകല പാപക്കറകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കുകയും ചെയ്തുവല്ലോ. പരിശുദ്ധയായ ആ കന്യകയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് സന്നിധിയിൽ വന്നു ചേരുവാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വകാര്യസ്മരണം. സ്നേഹസ്വരൂപനായ ദൈവമേ, എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ മകൾ അനീറ്റ റോസ്മേരി ബ്രെയിൻ സംബന്ധമായ രോഗത്താൽ അടിമപ്പെട്ടിരുന്നു. തിരികെ കിട്ടില്ലെന്ന് വിചാരിച്ച ജീവിതം അമ്മയുടെയും കർത്താവ് ഈശോ മിശിഹായുടെയും കൃപയാലും തിരികെ നൽകി. ഞാനും എൻ്റെ കുടുംബവും മാതാവിനോട് എന്നും നന്ദിയുള്ളവരായിരിക്കും. ഇനിയുള്ള അമ്മയുടെയും ഈശോയുടെയും കൃപ ഞങ്ങളുടെ കുടുംബത്തിലും എൻ്റെ മകൾക്ക് വേണ്ടിയും പ്രാർത്ഥന സഹായം അഭ്യർത്ഥിച്ച് എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ മകൾ സൂക്ഷിച്ച ആരോഗ്യ പ്രവർത്തകർക്കും നൽകണമേ എന്ന് അങ്ങയുടെ എളിയ ദാസർ ലാസറും കുടുംബവും. നവനാൾ ജപങ്ങൾ. ഓ നിത്യസഹായ മാതാവേ, മാതാവേ, നിർഭാഗ്യ പാപിയായ ഞാൻ ഇതാ നിന്റെ പാദങ്ങളിൽ അണയുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നിന്നിൽ ശരണപ്പെടുന്നു. ഓ കാരുണ്യത്തിൻ്റെ അമ്മേ, എന്നിൽ നീ കനിയണമേ. പാപികളുടെ ആശ്രയവും ശരണവുമെന്ന് സകലരും നിന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ആകയാൽ നീ എൻ്റെ ആശ്രയവും ശരണവുമായിരിക്കണമേ. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നീ എന്നെ സഹായിക്കണമേ. നിർഭാഗ്യനായ ഈ പാപിയുടെ നേരെ നിന്റെ തൃക്കരം നീട്ടേണമേ. ഇതാ ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുകയും നിന്റെ നിത്യദാസനായി എന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്നിൽ ആശ്രയിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകുവാൻ അനുവുണ്ടായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. നിന്നിലുള്ള എൻ്റെ ഈ ആശ്രയം എൻ്റെ നിത്യരക്ഷയുടെ അച്ചാരമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. നിന്നിൽ ആശ്രയിക്കാനിതിനാൽ എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ കഷ്ടമേ പല പ്രാവശ്യം ഞാൻ പാപത്തിൽ വീണുപോയി. നിന്റെ സഹായത്താൽ ഞാൻ വിജയിക്കുമെന്നും നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ എന്നെ സഹായിക്കുമെന്നും ഞാൻ അറിയുന്നു. എന്നാൽ പാപത്തിൽ വീഴുവാനുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിന്റെ സഹായം
തേടുന്നതിൽ ഒരുപക്ഷേ ഞാൻ ഉപേക്ഷ വരുത്തിയേക്കുമെന്നും അങ്ങനെ എന്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയേക്കുമെന്നും ഭയപ്പെടുന്നു. അതിനാൽ എന്റെ അമ്മേ, നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് ഓ മറിയമേ, നിത്യസഹായ മാതാവേ, എന്റെ ദൈവം എനിക്ക് നഷ്ടപ്പെടുവാൻ ഒരിക്കലും നീ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം തന്നരണമേ. ഈ അനുഗ്രഹത്തിനായി എന്റെ സർവ്വ കഴിവുകളോടും കൂടി നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, ക്ലേശിതരെ നീ സഹായിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദിക ഗണത്തിന്റെ മധ്യസ്ഥയായിരിക്കണമേ. ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്ക് വേണ്ടി നീ മാധ്യസ്ഥ്യം വഹിക്കണമേ. നിന്റെ നിത്യസഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായം അനുഭവപ്പെടുകയും ചെയ്യട്ടെ. ഓ നാഥേ, നീ ഞങ്ങൾ സംഗീതമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആവശ്യത്തിലും വരിഷ്ഠതയിലും ഞങ്ങളുടെ സഹായിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവ് ഈശോയെ, നിന്റെ മാതാവായ മറിയത്തെ ഇപ്പോഴും സഹായം അരുളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി ഞങ്ങൾക്ക് നീ നൽകിയല്ലോ. ആ അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ നിന്റെ പരിത്രാണത്തിൻ്റെ ഫലം എന്നും അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധ പിതാവിന് വേണ്ടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും നീക്കും. ആമേൻ. മറിയമേ നിന്നെ നിത്യസഹായം തേടുന്നു ഞങ്ങളങ്ങേ. മക്കളെന്നോർത്തു നീ ഞങ്ങളുടെ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനരെ നിത്യവും പ്രാർത്ഥിടാൻ കേൾപ്പിടും താങ്ങായി നിൻ പുത്രനേൽപ്പിച്ച ഭാരമേറ്റ നീ ഞങ്ങളെ കാത്തിടണേ. നിത്യസഹായം നീ എന്നുള്ള ബോധമി ഞങ്ങളിൽ ആഴമായി വളരുവാൻ നല്ലൊരു വരമെന്നു നൽകണേ. നിൻ മക്കൾ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രോഗികൾക്കായുള്ള പ്രാർത്ഥന. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിലവിളി അങ്ങേ പകരത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളുണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഓ ദൈവമേ, രോഗബാധിതരായ നിന്റെ ദാസരുടെ ജീവിത രീതി സഹനം വഴി ശരിപ്പെട്ട് അവർ നിന്റെ കരുണയാൽ സുഖം പ്രാപിക്കുവാൻ നീ അവർ തൃക്കൺ പാർക്കുകയും നീ സൃഷ്ടിച്ച അവരുടെ ആത്മാക്കളെ സമാശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, വിശ്വാസികളെ സമാശ്വസിപ്പിക്കുന്നവനെ, ശിമയോന്റെ ഭാര്യമാതാവിനെ സന്ദർശിച്ചതുപോലെ നീ ഈ എളിയദാസനെയും സന്ദർശിക്കുകയും കനിവുണ്ടാകണമെന്ന് നിന്റെ അനന്ത നന്മയെക്കുറിച്ച് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അവർക്ക് വീണ്ടും ആരോഗ്യം ലഭിച്ച് നിന്റെ തിരുസഭയിൽ നിനക്ക് നന്ദി പറയുവാൻ അവരെ വേഗം അനുഗ്രഹിക്കണമെന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. മോക്ഷകവാടം തുറക്കും രക്ഷകരാമോസ്തിയേ. ശത്രുവിൻ അണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാം. ഞങ്ങൾക്ക് കൃപ നൽകിടേണം. ആമേൻ.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ധ്യാവണങ്ങുക സാഷ്ടാംഗം വീണുക ഏറ്റം മഹത്താമി കൂനാശ്രീ. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ല പൂർവികൻ സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾക്കിഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസം നീട്ടി. ദൈവപിതാവിനും തന്നേകജാതൻ സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവീനം ആർവീനം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാകേ. സ്വർഗത്തിൽ നമുക്കപ്പമേകിയല്ലോ, എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കുമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങളെന്നും വണങ്ങുവാൻ അനുഗ്രഹം അരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേക്കും ആരാധനയും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.